ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോകിതശ്രീ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ ഒരുപാട് സന്തോഷമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് സുഖമായിട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടില്ല, നാട്ടിലെത്തിയിട്ടുണ്ട്. വയനാട്ടിലേക്കാണ് ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടൊരു സന്തോഷമൊക്കെ എനിക്കുണ്ട്. പക്ഷെ ആകാംക്ഷയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഇത് എനിക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ എത്തിയിട്ടും അത് കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്ലേ ബട്ടൺ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. കയ്യിൽ കിട്ടിയിട്ടില്ല, അവിടെ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ഞാനത് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങളോട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം 100K അടിച്ചതിന് ശേഷം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലേ ബട്ടൺ വന്നിട്ടില്ല, അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എന്ന്. അതൊക്കെ വേറെ റെഡിയാണ്, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അവിടെ നിന്ന് എത്താൻ കുറച്ച് സമയം എടുത്തു എന്ന് മാത്രം. അപ്പം പിന്നെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യം എനിക്ക് കുറച്ച് അറിയില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവരോട് നമ്മൾ നേരിട്ട് മെയിൽ അയച്ചു. മെയിൽ അയച്ച സമയത്ത് അത് അപ്പം തന്നെ കാര്യങ്ങളൊക്കെ അവർ റെഡി ആക്കിട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, അവർ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അതിനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് അപ്പോൾ എന്തായാലും നമ്മളുടെ പ്ലേ ബട്ടൺ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അത് എത്തിയതിനു ശേഷം വീഡിയോ ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും എൻ്റെ സന്തോഷവും അതുപോലെ തന്നെ താങ്ക്സ് ഒക്കെ രേഖപ്പെടുന്നതായിരിക്കും. ഇപ്പോഴും എന്തായാലും പറയണം കേട്ടോ. എന്തായാലും വന്നിട്ടുണ്ടല്ലോ. അപ്പം എൻ്റെ കൂടെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇത്രത്തോളം എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും അതിലൊരു കാരണമാണ്. സോ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്, ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് കാണിച്ചു തരാമെന്നും കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ 2 ദിവസം മുന്നേ എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ അവിടുത്തെ ചേച്ചിയുടെ കല്യാണം കഴിച്ച് വീട്ടിൽ അവിടുത്തെ അമ്മയും അതുപോലെ തന്നെ നാത്തൂനും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെല്ലാവരും കൂടെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. ഭയങ്കര ബിസിയായി. അവരെന്നെ പറ്റിച്ചു. 12 മണിക്കൂടെ എത്തുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞാനിവിടെ രാവിലെ എണീച്ചിട്ട് രാവിലത്തെ കോലത്തിലൊക്കെയാണ് ചാവടി കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്നുണ്ടായിരുന്നുള്ളൂ. അവർ 12 മണിയാവുമല്ലോ വെച്ചാൽ സ്പീഡ് ഓടിപ്പോയി. അവർ 12 മണിയാകുമ്പോഴല്ലേ വരുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു മെല്ലെ പണിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ 9 മണിക്ക് വന്നു കേട്ടോ. 12 മണിക്ക് വരാന്നുള്ള പറഞ്ഞിട്ടുള്ള ആൾക്കാർ 9 മണിക്ക് വന്ന്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പൊതുവേ ആ ഒരു സമയത്തേക്കാണ് കാത്തു നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ ഞാൻ ആകെ എന്താ പറയുക, തക്കട തരികിടെ ആയിപ്പോയി. പെട്ടെന്നൊന്നും ഒരുക്കി വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യത്തൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ല, അതൊക്കെ നമ്മൾ സെറ്റാക്കിയിരുന്നു. അപ്പോൾ അവർ വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരുങ്ങിയിട്ട് ഇവിടെ പൊന്നാനി ബീച്ച് കാണാൻ വേണ്ടി പോയി. ഇവിടെ ഹാർബറൊക്കെ ഉണ്ടല്ലോ. അപ്പം അവിടേക്ക് എല്ലാവരും കൂടെ പോയി. പിന്നെ ചേച്ചിയുടെ മോളും ചേച്ചിയുടെ നാത്തൂൻ്റെ കുട്ടിയൊന്നും കടലിൽ അവർ പോയി കളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കക്കയൊക്കെ പെറുക്കി ഭയങ്കര അടിപൊളി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം വരെ ആ ഒരു കടലിൽ പോയിട്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവർ വൈകുന്നേരം പോയിട്ടോ. അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസത്തെ കമൻസ് ഒന്നും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാത്തിനും റിപ്ലൈ കൊടുത്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തായാലും ഇനി വേറെ എന്താ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ക്രിസ്മസ് ആവുന്ന സമയത്ത് നാട്ടിലേക്ക് പോയിട്ടോ. നാട്ടിൽ പോയിട്ടാണ് ക്രിസ്മസ് ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ, വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ കഴിക്കാനുണ്ടാവുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിനി എന്തായാലും ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ വാങ്ങിയിട്ടുള്ള വേറെ സംഭവം കേട്ടോ. 2 നെയിൽ പോളിഷ് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ നെയിൽ പോളിഷൊക്കെ കുറേ പേർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ചില ചോദിക്കാറുണ്ട്, കളക്ഷൻ വീഡിയോ ഒക്കെ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പുതിയതായിട്ട് 2 നെയിൽ പോളിഷാണ്. നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. എൻ്റെ ഈ ഒരു നെയിൽ പോളിഷ് റെഡ് നെയിൽ പോളിഷാണ് കേട്ടോ. കുറേ പേരോട് എപ്പോഴും പറയായിരുന്നു റെഡ് നെയിൽ പോളിഷ് ഇടുക അല്ലെങ്കിൽ വൈറ്റ് ഇടുക. അപ്പം എൻ്റെ റെഡ് ഇപ്പം ഞാൻ കുറച്ച് കാലമായി, കുറേ മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ തീർന്നപ്പോൾ ഇപ്പോൾ ഒരു റെഡ് വാങ്ങിയിട്ടുണ്ട്. റെഡ് എന്ന് പറയാൻ പറ്റട്ടോ, ആ ഒരു കാപ്പി വെളുത്തൊരു കളറാണ്. ഇതിൽ കാണുമ്പോൾ റെഡ് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ നെയിൽ പോളിഷ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു ഏതാ നെയിൽ പോളിഷ് എന്നത്. ഐടെക്സിൻ്റെ ഡാസ്ലർ നെയിൽ ഗ്ലിറ്റർ ആണ്. ഇതിൻ്റെ കോഡ് വന്നിട്ട് DR11 ആണ് കേട്ടോ. DR11. അപ്പം ഇതാണ് ഫസ്റ്റത്തെ നെയിൽ പോളിഷ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി കളറാണ്. നമുക്ക് ആ ഒരു കൈക്കാണെങ്കിലും കാലിലാണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു കളർ കൂടിയ പോലെ തോന്നും. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കളറാണ്. എനിക്ക് റെഡ് നെയിൽ പോളിഷ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദെൻ ഈ ഒരു ഡാസ്ലറിൻ്റെ അടുത്തൊരു നെയിൽ പോളിഷാണ് ഇത് കേട്ടോ. കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു പിങ്കിലൊരു ഗ്ലൈസിങ് വരുന്നൊരു കളറാണ്. പിങ്കോ റോസോ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഇത് പക്ക ഒരു റെഡിൻ്റെ, നമ്മൾ കട്ട പിടിച്ചൊരു ബ്ലഡിൻ്റെ കളറാണ് വരുന്നത്. ഈ ഒരു കളർ എന്ന് പറയുന്നത് ഞാൻ പിന്നെ ഇട്ട് കാണിച്ചു തരാം. റെഡിന് ഇപ്പോൾ ഈ ഒരു കളർ കയ്യിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് DMA10 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നെയിൽ പോളിഷ് വാങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഒരു ഷെയ്ഡ് ഓർത്ത് വെച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല അടിപൊളി കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഇതിൻ്റെ കോഡ് വരുന്നത് കേട്ടോ.
അപ്പൊ ഇത് രണ്ടുമാണ് നമ്മളുടെ ഈ ഒരു റീസെന്റ് ഞാൻ വാങ്ങിയിട്ടുള്ള 2 നെയിൽ പോളിഷ്. പിന്നെ ഞാൻ അടുത്ത വാങ്ങിയിട്ടുള്ള ടീഷർട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ളതാണ്, ഓൺലൈനിലാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതുണ്ടോ, ഇതുപോലത്തെ ഇത് ഞാൻ മറച്ചിട്ടു ഇല്ലേ, കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് ലാർജ് ആണ്. ഇതുണ്ടോ, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടീഷർട്ടാണിത്. ഇതുണ്ടോ, മെറ്റീരിയൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്ട്രെച്ചബിൾ ആണ്. ഇത് അലക്കി നോക്കിയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, ഞാനൊരു വീഡിയോയ്ക്ക് ഇപ്പൊ ജസ്റ്റ് ഇത് ഇട്ടതിന് ശേഷം ഊരി വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഇത് വാഷ് ചെയ്ത് നോക്കണം കേട്ടോ, കളർ പോകുന്നുണ്ടോ. പക്ഷെ കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. എൻ്റെ ഈ ഒരു കളർ കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിന്റെ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇതും പുതിയതാണ് കേട്ടോ, ഞാനിത് ആമസോണിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഞാൻ ഇതിന്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാം കൂടി ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി സാധനങ്ങളാണ്. അപ്പം ഇതാണ് അടുത്തതൊന്ന്. 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടിനും കൂടെ 300 സംതിങ് ആണ് വന്നിട്ടുള്ളത്. 400 താഴെയാണ് കേട്ടോ. ഒന്നിന് 150 അങ്ങനത്തെ റേറ്റിലാണ് വരുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതാണ്. ഇതൊരു നേവി ബ്ലൂ കളറാണ്. അതൊരു റോസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു കളറാണ് അത്. ഇത് നമ്മുടെ നേവി ബ്ലൂ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു കളറുമായിട്ട് സെയിം ഒക്കെ. ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സിന്റെ കോമ്പിനേഷനാണ് രണ്ടും കൂടെ വരുന്നത്. പിന്നെ ഞാനിപ്പം വെയിറ്റ് കൂടിയെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ഉള്ള എന്താ നമ്മുടെ ഗ്രീൻ ടീ കുടിക്കുന്നത്, അതുപോലെ തന്നെ സൂംബ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നടക്കാനൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ടെറസിന്റെ മേലെ കുറച്ച് ഓടാനൊക്കെ പോകുന്നുണ്ട് രാവിലെ. അപ്പം അതിനും കൂടെ യൂസ്ഫുൾ ആകുന്ന വെച്ചിട്ടാണ് ഞാനത് ഈ ഒരു 2 ടീഷർട്ട് വാങ്ങിയിട്ടുള്ളത്. നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള അടുത്തൊരു സംഭവമാണ് തുളസി ഡ്രോപ്പ്. തുളസിയുടെ നീരെന്ന് പറയുന്നത് നമുക്ക് ഹെൽത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ പല സമയത്ത് നമുക്ക് തുളസി നീര് അവൈലബിൾ അല്ല. അപ്പം നമുക്ക് ജലദോഷത്തിന്റെ ഇഷ്യൂ ഉണ്ട്, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ, ബോട്ടിൽ. അപ്പൊ അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, കാണിച്ചു തരാം. വാങ്ങിയിട്ടുള്ളത് ഈ ഒരു എക്വിസ്റ്റ, EQST, അതാണ് അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. അപ്പൊ എക്സ്ട്രാ അല്ലെങ്കിൽ എക്വിസ്റ്റ എന്നൊക്കെ വായിക്കാന്ന് വിചാരിക്കുന്നു. അവരുടെ ഒരു തുളസി ഡ്രോപ്പ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇതാണ് ആ ഒരു തുളസി ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ആണ് നമ്മളെ തുളസിക്കുള്ളത് കേട്ടോ, തുളസിക്കുള്ളത്. അപ്പം ഇതില് ഈ ഒരു തുളസിയില് കാണിച്ചു തരാം. ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഓറലാണ്, നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പ്യുവർ തുളസി ഡ്രോപ്പ് ആണെന്നാണ് അവർ പറയുന്നത്. വിത്ത് വൈറ്റമിൻ D3 വരുന്നുണ്ട്. അതുപോലെ ഇതിൽ ഏതൊക്കെ തുളസീൻ്റെ ഇൻഗ്രീഡിയൻസാണ് വരുന്നതെന്ന് വെച്ചാൽ ശ്യാം തുളസി, അതുപോലെ തന്നെ രാമ തുളസി, വൻ തുളസിയാണ് വൻ തുളസി, അതുപോലെ തന്നെ അർജക് തുളസി, കപൂർ തുളസി. ഇതൊന്നും എനിക്ക് വലിയ പരിചയമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ D3. ഇത്രയാണ് നമ്മുടെ ഈ ഒരു തുളസി ഡ്രോപ്പിൽ വരുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന പറയുന്നത്, പക്ഷെ നമ്മൾ കുട്ടികൾക്ക് ഞാൻ പറയുന്നില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമുക്ക് ഇപ്പോൾ വലിയവരാണെങ്കിൽ സമയത്ത് ഇപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിലൊരു 4-5 ഡ്രോപ്പ് വരെ ഒട്ടിക്കാം. അത് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജ്യൂസ് ആണെങ്കിൽ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഡയറ്റിംഗ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ടീക്ക് പകരമായിട്ടും ഈ ഒരു തുളസി ഡ്രോപ്പ് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വാങ്ങി നോക്കിയതാണ്. ഇതുണ്ടല്ലേ, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മുടെ തുളസി ഡ്രോപ്പിനുണ്ട്. അപ്പം ഇപ്പൊ പുറത്തൊന്നും അധികം തുളസി ഇല്ല. അപ്പം ആ ഒരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനിത് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു തുളസീൻ്റെ സ്മെല്ലാണ്. ഇങ്ങനത്തെ ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഉണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് വരുന്നത്. നല്ല തുളസീൻ്റെ മണമാണ്. കറക്റ്റ് ആ ഒരു നമുക്ക് കറക്റ്റ് അറിയാം ആ ഒരു തുളസീൻ്റെ മണം, നല്ലൊരു മണം. ഇതിങ്ങനെയല്ല കേട്ടോ യൂസ് ചെയ്യേണ്ടത്, നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് സംഭവം. ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. പാരബൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ വെഗൻ ആണ്, അതുപോലെ തന്നെ നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആൻഡ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താ അതിൽ കുറെ നമുക്ക് ഇങ്ങനത്തെ ബുക്കുകളുണ്ട് അത് വായിക്കാനായിട്ട്. പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ് എൻഹാൻസ് ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്, ഡിറ്റോക്സിഫയർ ആൻഡ് പ്യൂരിഫയർ, ആന്റി ബാക്ടീരിയൽ, ആന്റിബയോട്ടിക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റിവൈറൽ, ആന്റി അലർജിക്, ആന്റി ഡിസീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. റെഡ്യൂസ് സ്ട്രെസ്, ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി, ഹെൽപ്പ് ഫൈറ്റ് ക്യാൻസർ, പ്രൊട്ടക്ട് എഗൈൻസ്റ്റ് ഡയബറ്റിസ്, ഫൈറ്റ് ആക്നെ. അങ്ങനത്തെ ആ ഒരു തുളസിക്ക് എന്തൊക്കെ, തുളസി നീരിനോട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. കാരണം ഇത് പ്യുവർ തുളസി ഡ്രോപ്പ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് ഞാനത് വാങ്ങി നോക്കിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സാനിറ്റൈസർ ആണ് കേട്ടോ. നമുക്ക് സാനിറ്റൈസർ അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത്.
ഇവിടെ ഏട്ടൻ ഇടയ്ക്ക് രാവിലെ പോയി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും, അതുപോലെ തന്നെ വൈകുന്നേരം വരുന്ന സമയത്തൊക്കെ ഇവിടെ ഹാൻഡ് സാനിറ്റൈസർ മസ്റ്റാണ്. പുറത്ത് പോയി വരില്ലേ, പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും കേട്ടോ. വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള സാനിറ്റൈസർ എന്ന് പറയുന്നത് ഈ ഒരു എക്സ്ട്രാ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ തന്നെ സാനിറ്റൈസർ ആണ് കേട്ടോ. ഇങ്ങനത്തെ 3 വാങ്ങിയിട്ടുണ്ട്. ഒരു ഗ്രീൻ ബോട്ടിൽ, അതുപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ ബോട്ടിൽ വരുന്നതുണ്ട്, അതുപോലെ തന്നെ 3 വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു പിങ്ക് കളറിൽ അങ്ങനത്തെ ഈ ഒരു 3 ഹാൻഡ് സാനിറ്റൈസർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വാങ്ങി വെച്ചതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബോട്ടിൽ വാങ്ങണ്ടല്ലോ, ഇതാകുമ്പോൾ ഇപ്പോൾ കുറച്ചധികം കാലത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സെയിം ബ്രാൻഡ് ഞാൻ പറഞ്ഞില്ല, എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. പിന്നെ ഇത് kills 99.9% germs without water, നോൺ സ്റ്റിക്കി, അതുപോലെ തന്നെ ഓരോന്നിന്റെ ഫ്ലേവർ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കണ്ടറിയാം കേട്ടോ. ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് റോസ് വാട്ടർ വിത്ത് അലോവേരയാണ് വരുന്നത്, അലോവേര മോയ്സ്ചറൈസർ. റേറ്റ് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ 250 ആണ് കേട്ടോ. ഇതാണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഹാൻഡ് സാനിറ്റൈസർ. എന്തായാലും 3 വാങ്ങി, കുറച്ച് എന്തായാലും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ബോട്ടിൽ എന്ന് പറയുന്നത് എക്സ്ട്രാ ക്ലീൻ എക്സ്ട്രാ സേഫ് നോൺ സ്റ്റിക്കി ഗ്രീൻ. ഇത് ഗ്രീൻ ആപ്പിൾ വിത്ത് അലോവേര മോയ്സ്ചറൈസർ ആണ് വരുന്നത്. ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് കൗബോയ് ഫ്രാഗ്രൻസ്. അതാണ് ഈ ഒരു 3 സാനിറ്റൈസർ. കളറാണ് നല്ല രസമുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് 3 സാനിറ്റൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതുണ്ടോ, ഇത്ര ഉണ്ടോ, അത്യാവശ്യം നല്ല വലിയ ബോട്ടിലാണ്. ഇത് ഞാൻ അടുത്ത് വാങ്ങിയിട്ടുള്ളത് ഒരു വി വാഷ് ആണ് കേട്ടോ. വി വാഷ് നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്റിമേറ്റ് ഹൈജീന് വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇത് ആ ഒരു pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മുടെ ഏരിയയിലെ പ്രൈവറ്റ് ഏരിയാസിലുള്ള ആ ഒരു pH ബാലൻസ് നഷ്ടപ്പെടുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വി വാഷ് യൂസ് ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റാണ്, നമുക്ക് നല്ല സ്മെല്ലാണ്, നന്നായിട്ട് ആ ഒരു ക്ലീൻ ഒരു പത പോലെയാണ് യൂസ് ചെയ്യുന്ന സമയത്ത്. അതൊരു വെള്ളം പോലെയാണ്, വെള്ളമല്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ വെള്ളത്തോട്ട് മിക്സ് ആകുമ്പോൾ ഒരു പത പോലെ വരും. അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത് വാങ്ങിയത്, ചെറിയ ബോട്ടിലാണ്. ഇതിന് 45-50 രൂപയ്ക്കാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്രാവശ്യം ഞാൻ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയൊന്നുമല്ല, വെറുതെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഹോൾ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ഡ്രസ്സാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് കളർ ഡ്രസ്സല്ലേ. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലാം കൂടെ പറ്റും, ഇത് ഓരോന്ന് ദിവസം ഓരോന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ ഫോളോ ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ ഓരോ ഡ്രസ്സ് എന്തായാലും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പെയിൻ റിലീഫ് വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മേലെ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൂമ്പൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ എനിക്ക് അവിടെ ഇവിടെ ഉളുക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു ഇൻസ്റ്റൻറ്റ് പെയിൻ റിലീഫ് വാങ്ങിയിട്ടുണ്ട്. ഇത് മെഡോഫാമിൻ്റെ സൂപ്പർ ജിൻ ഫാസ്റ്റ് ആയുർവേദിക് പെയിൻ റിലീഫ് ഓയിൻമെൻ്റ് ആണ് കേട്ടോ. ഇതാണ് അടുത്ത് വാങ്ങിയിട്ടുള്ളത്. കണ്ടോ, ഇതുപോലത്തെ ഒരു ഓയിൻമെൻ്റ് ആണ്, നമ്മുടെ പേസ്റ്റ് ഒക്കെ വരില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പുള്ള സംഭവമാണ്. ഒരു സാധാരണ നമ്മളൊരു പെയിൻ റിലീഫ് ഒക്കെ ഉണ്ടാവില്ലേ, എല്ലാത്തിൻ്റെ ആ ഒരു സെയിം സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാണ് ഞാൻ അടുത്ത വാങ്ങിയിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്, ബോട്ടിലെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ വരുന്ന സമയത്ത് പോയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമുണ്ട്. അപ്പം ഞാനും വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാണ് ആ ഒരു പ്ലേ ബട്ടൺ കിട്ടാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.